ഹലോ ഫ്രണ്ട്സ്, നല്ല നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞണ്ട് കൊണ്ട് നല്ലൊരു പെരളനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നല്ല കായൽ ഞണ്ട് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല വലിയ ഞണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഞണ്ട് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർക്കുക. പിന്നെ ഇത് ഞാൻ ചുവന്ന മുളക് നമ്മളൊന്ന് തിളപ്പിച്ച് അരച്ചെടുത്ത ഒരു പേസ്റ്റാണ്, ചില്ലി പേസ്റ്റാണ്. അപ്പോൾ നല്ല കളറ് കിട്ടും. പിന്നെ അതിനകത്ത് നമുക്ക് കുടംപുളി, ഒരു കഷ്ണം കുടംപുളി മതി. അതിൻ്റെ അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതിനകത്തോട്ട് നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ, അതായത് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ വേണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്കതിനെ ഞണ്ടിനെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണ്ടേ. അപ്പം ആ കൂട്ടിനെ എല്ലാം കൂടെ യോജിപ്പിക്കുന്ന വിധത്തിൽ ആ ഞണ്ടിൽ എല്ലാ മസാലയൊക്കെ പിടിച്ച് ഒരു മൂടി വെച്ചിട്ട്, ഞണ്ടിന് വേകുവാൻ അധികം സമയമൊന്നുമില്ല. ഒരു നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ തീയിലിട്ടിട്ട്, ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഞണ്ട് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ അതിനടുപ്പത്തുനിന്ന് മാറ്റുക. എന്നിട്ട് നല്ലൊരു ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ സവാള, നമുക്ക് സ്ലൈസ് ചെയ്ത് 2 സവാള ഇട്ടിട്ട് നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് വരണ്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പെരളനിൽ അതെല്ലാം കൂടെ ഗ്രേവി ആയിട്ട് പൊതിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിനെ നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ആ സവാളയെ ഒന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച ആ ഞണ്ടും ആ കഷ്ണങ്ങളും, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ആ സവാളയിലിട്ട് തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്കതിനെ വരട്ടി എടുക്കണം. അപ്പം ആ ചാറ് കുറച്ചുണ്ട്, നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് ആ ഞണ്ടിൽ കുറച്ച് ചാറുണ്ട്. എന്നാലും നമ്മൾ അതിനെ ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് ആ മസാലയൊക്കെ അതിനകത്ത് പൊതിഞ്ഞെടുക്കുന്ന ഈ പരുവത്തിൽ നമുക്ക് ഞണ്ടിനെ കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അത് ആ ഗ്രേവി ജസ്റ്റ് ഒത്തിരി പാടില്ല, ജസ്റ്റ് ഒന്ന് പരണ്ടിരിക്കുന്ന വിധത്തിൽ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുന്നത്. പിന്നെ കുറച്ചും കൂടി ഒരു ഫ്രഷ് കറിവേപ്പില ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് കറി ലീവ്സ് ലാസ്റ്റ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അരപ്പൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഞണ്ട് പെരളൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അടുപ്പിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുമല്ലോ. ഓക്കേ.